റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI എന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക ക്രമത്തിൻ്റെ ഒരു അച്ചുതണ്ടാണെന്നൊക്കെ നമുക്ക് പറയാം. സ്വാഭാവികമായും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ഒരു ചരിത്ര കഥ കാണുമല്ലോ. ഇന്നത്തെ വീഡിയോയിലൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ ചരിത്രമാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യം ഉണ്ടാവുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം. സ്വാഭാവികമായും ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്താണെന്ന് കൂടി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നത് ഇന്ത്യ പോലെ തന്നെ ആഫ്രിക്കയുടെ പല മേഖലകളും ഭരിച്ചിരുന്നവരാണ്. എന്നാൽ ഇവിടങ്ങളിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടക്കാതെ മുരടിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുമുണ്ടായിരുന്നു. അതിനൊരു മാറ്റമുണ്ടാവണമെന്നും ഈ മേഖലകളെ വികസിപ്പിക്കണമെന്നും ബ്രിട്ടീഷ് സാമ്രാജ്യം ആഗ്രഹിച്ചു. എന്നാൽ അതിനായി വൻ തുകകൾ നിക്ഷേപിക്കാൻ ബ്രിട്ടൻ തയ്യാറല്ലായിരുന്നു. അപ്രകാരം ചെലവ് കുറച്ച് എങ്ങനെയൊക്കെ ഇത്തരം മേഖലകളെ വികസിപ്പിക്കാം എന്ന് കണ്ടെത്തുകയായിരുന്നു ഹിൽട്ടൺ യങ് കമ്മീഷന്റെ പ്രഥമ ലക്ഷ്യം. അപ്രകാരം 1926 രൂപീകരിക്കപ്പെട്ട ഈ കമ്മീഷന്റെ ചെയർമാനായിരുന്നു എഡ്വേർഡ് ഹിൽട്ടൺ യങ്. ഇതേ കമ്മീഷൻ തന്നെ ബ്രിട്ടന്റെ ഇന്ത്യൻ ഗവൺമെന്റിന് മുന്നിൽ ഒരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. അത് ഇന്ത്യയിൽ ഒരു സെൻട്രൽ ബാങ്ക് രൂപീകരിക്കുക എന്നതായിരുന്നു. അങ്ങനെയാണ് ആദ്യമായി ഇന്ത്യയിൽ റിസർവ് ബാങ്കിനായി ഒരു റിസർവ് ബാങ്ക് ബിൽ 1927 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വരുന്നത്. എന്നാൽ ഈ ബില്ല് അന്ന് പാസ്സാവുകയുണ്ടായില്ല. പിന്നീട് 6 വർഷങ്ങൾക്കപ്പുറം 1933 പരിഷ്കരിച്ച പുതിയ റിസർവ് ബാങ്ക് ബിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇത് കൊണ്ടുവന്നത് വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന കമ്മിറ്റിയാണ്. ഇതിൻ്റെ ചെയർമാൻ ആയിരുന്നത് സൈമൺ കമ്മീഷൻ എന്ന് നാം കേട്ടിട്ടുള്ള ആ പേര് കിട്ടാൻ കാരണമായ ജോൺ സൈമൺ ആയിരുന്നു. അപ്രകാരം 1930 32 ഇടയിൽ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ നടക്കുകയുണ്ടായി. ഇവയിലൂടെ ഇന്ത്യയിൽ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം എന്ന് കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ഇന്ത്യ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ എന്തൊക്കെ നടപടികൾ കൊണ്ടുവരാം എന്നതാണ് ഈ കോൺഫറൻസുകൾ പ്രധാനമായും ചർച്ച ചെയ്തത്. അതിൻ്റെ ഫലമായി വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ ഇത്തരം ചർച്ചകളിൽ നിന്നുമാണ് 1933 വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഒരു റിസർവ് ബാങ്ക് നിർമ്മിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നത്. അങ്ങനെ പുതിയ ബിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് വരികയും 1934 RBI ആക്ട് ഓഫ് 1934 എന്ന പേരിൽ ആ ബിൽ പാസ്സാവുകയും ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കായി അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന തോമസ് ഫ്രീമാന്റെ അനുവാദവും ലഭിച്ചു. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, മുകളിൽ പറഞ്ഞ വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് തന്നെയാണ് ഗവൺമെൻറ് ഓഫ് ബിൽ നിർമ്മിച്ചത്. അത് അപ്രകാരം 1935 സുപ്രധാനമായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റായി മാറുകയും ചെയ്തു. അങ്ങനെ 1934 RBI ആക്ട് പാസ്സായതോടെ അത് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുകയും 1935 ഏപ്രിൽ 1 ആദ്യമായി RBI പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. സ്വാഭാവികമായും ആ RBI എന്നത് ഒരു കമേഴ്ഷ്യൽ ബാങ്ക് തന്നെയായിരുന്നു. അങ്ങനെ ആ ബാങ്ക് സ്വകാര്യപരമായി തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വരെയും മുന്നോട്ട് പോയി. അങ്ങനെ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയല്ലോ. 1948 ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പുതിയ ആക്ട് പാസ്സാക്കുകയുണ്ടായി. RBI ആക്ട് ഓഫ് 1948 എന്നറിയപ്പെടുന്ന ഈ ആക്ടിലൂടെ RBIയിൽ അതുവരെ ഉണ്ടായിരുന്ന സ്വകാര്യ പങ്കാളിത്തമൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ് പൂർണ്ണമായും ഏറ്റെടുക്കുകയുണ്ടായി. തുടർന്ന് 1949 RBIയെ നാഷണലൈസ് ചെയ്യുകയും ഗവൺമെൻറ്റിൻ്റെ നിർണായക സ്ഥാനമായി മാറുകയുമുണ്ടായി. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട ഒന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഓഫ് 1949. ഇതിലൂടെ RBIക്ക് മറ്റു ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യാനും മറ്റുമുള്ള ശക്തി നൽകുകയും ചെയ്തു. അതിലൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ബാക്കിയുള്ള എല്ലാ ബാങ്കിംഗ് മേഖലയിലും നിയന്ത്രണം നൽകുകയും ചെയ്തു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ സാമ്പത്തിക ക്രമത്തിൻ്റെ നെടുന്തൂണായി RBI മാറിയെന്ന് പറയാം. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരാം. RBIക്ക് മുന്നേ ഇവിടെ കേന്ദ്രീകൃതമായ ബാങ്കുകൾ ഉണ്ടായിരുന്നു എന്നതാണ് അതിനുള്ള ഉത്തരം. RBIക്ക് മുന്നേ ഇന്ത്യയുടെ സെൻട്രലൈസ്ഡ് ബാങ്ക് എന്ന് പറയാൻ പറ്റുന്നത് 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ ഇമ്പീരിയൽ ബാങ്ക് ഉണ്ടാക്കിയത് ആ കാലത്തെ 3 പ്രസിഡൻസി ബാങ്കുകളെ ഒരുമിച്ച് ചേർത്താണ്. ബോംബെ, മദ്രാസ്, ബംഗാൾ എന്നിങ്ങനെയായിരുന്നല്ലോ പ്രസിഡൻസികൾ. ഇവയ്ക്കെല്ലാത്തിനും തന്നെ ബാങ്കുകളും ഉണ്ടായിരുന്നു. ബംഗാൾ പ്രസിഡൻസിയിൽ 1806 ജൂൺ 2 വന്ന ബാങ്ക് ഓഫ് ബംഗാൾ, ബോംബെ പ്രസിഡൻസിയിൽ 1840 ഏപ്രിൽ 15 വന്ന ബാങ്ക് ഓഫ് ബോംബെ, മദ്രാസ് പ്രസിഡൻസിയിൽ 1843 ജൂലൈ 1 വന്ന ബാങ്ക് ഓഫ് മദ്രാസ് എന്നിവ സംയോജിപ്പിച്ചാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത് സ്വാഭാവികമായും കമേഴ്ഷ്യൽ ബാങ്ക് തന്നെയായിരുന്നു. എന്നിരുന്നാലും അത് ആ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ആവശ്യമായ സേവനങ്ങളും ചെയ്തു പോന്നു. 1935 RBI രൂപീകൃതമാവുന്നതുവരെയും സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ട പല സേവനങ്ങളും ഇത്തരത്തിൽ ഈ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യത്തിനിപ്പുറം 1955 പ്രശസ്തമായ നാമൊക്കെ കേട്ടിട്ടുള്ള
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറുകയാണ് ഇമ്പീരിയൽ ബാങ്ക് ചെയ്തത്.